ഹലോ ഗൈസ്, എഗെയിൻ ഒരു വാട്ട് ഈറ്റിൻ്റെ ഡേ ആയിട്ട് ഞാൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുന്നതിൻ്റെ മുന്നേ വെറുതെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പം ഇന്നലെ കൊണ്ടുവന്ന എള്ളുണ്ട ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, എള്ളുണ്ടയും പീനട്ട് ബട്ടറും എടുത്ത് അങ്ങ് കഴിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാ, പക്ഷെ സംഭവം കൊള്ളാം. എന്ന് വെച്ചാൽ ഇതിങ്ങനെ പെറുക്കി പെറുക്കി കുറേ തിന്നരുത്, അത്രയ്ക്ക് നല്ലതല്ല. ആദ്യം കഴിച്ച ടേസ്റ്റ് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഒന്നുകൂടെ എടുത്ത് കഴിച്ചു. അങ്ങനെ 2 എള്ളുണ്ടയിൽ കാര്യം നിർത്തി. പിന്നെ കൊതിയൊന്നും ഒതുങ്ങാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ പീനട്ട് ബട്ടർ എക്സ്ട്രാ എടുത്ത് കഴിച്ച്. ഇതിൽ ഇങ്ങനെ പീനട്ടിൻ്റെ ചെറിയ ചെറിയ ബൈറ്റ്സ് നമുക്ക് കടിക്കാൻ കിട്ടും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതാണ് ഞാൻ ആ കാര്യമായിട്ട് കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അമ്മ നല്ല അടിപൊളി പുട്ടും പട്ടാണിക്കറിയാണ് ഉണ്ടാക്കിയത്. ഈ അടുത്ത് എന്താണെന്നറിയില്ല, അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടുക്കറി ഉണ്ടാക്കും. ഈ പട്ടാണിയും കൂടി ഇഷ്ടു വെക്കാൻ നിന്നെയാ, ഞാൻ സമ്മതിക്കാഞ്ഞാ. അങ്ങനെ നല്ല തേങ്ങ അരച്ച് പട്ടാണിക്കറിയും പുട്ടുമായിരുന്നു രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നെ സംബന്ധിച്ച് രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണെങ്കിൽ ആ ദിവസം മൊത്തം അടിപൊളി ഫുഡ് കഴിക്കും. ഇതിൻ്റെ ഇടയിൽ പപ്പടം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോഴേക്ക് ലഞ്ച് ടൈമായി. ലഞ്ചിന് നല്ല ചക്കക്കുരുവും ചീരയും നല്ല മീൻ പൊരിച്ചതും പിന്നെ ഉണ്ണിക്കാമ്പ് വെച്ചിട്ടൊരു കൈൻഡ് ഓഫ് ഉപ്പേരി അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും മത്തി പൊരിച്ചയാണ് വെച്ച്, പക്ഷെ ഞാൻ മത്തി കൂട്ടാത്തതുകൊണ്ട് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് അയില പൊരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അമ്മ പറയുന്നുണ്ടായിരുന്നു മത്തിക്ക് നല്ല പഞ്ഞിയുണ്ട്, പക്ഷേ എനിക്ക് അരിപ്പഞ്ഞി ഇഷ്ടമുള്ളൂ, മറ്റേ ടൈപ്പ് പഞ്ഞി എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ അത് തിരിച്ചു കൊടുത്ത്. കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് ഓർമ്മ വന്നത്, ഒരു സാധനം എടുക്കാൻ മറന്നു. അന്ന് നമ്മൾ ഉപ്പിലിട്ട സാധനം വാങ്ങാൻ പോയപ്പോൾ വേറൊരു സാധനം കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അതാണ് നമ്മളെ കാന്താരി ഉപ്പിലിട്ടത്. ഈ സംഭവമൊന്നും അങ്ങനെ ഞങ്ങളെ വീട്ടിൽ ഉണ്ടാക്കാറുമില്ല, അങ്ങനെ വാങ്ങാറുമില്ല. അതാ പിന്നെ ഞാൻ ഇത് കണ്ടപ്പോൾ വാങ്ങിയത്. പക്ഷെ അതിൻ്റെ ഇടയിൽ അച്ഛനിങ്ങനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു, സുറുക്ക കഴിക്കുന്നത് അത്ര നല്ലതല്ല ശരീരത്തിനെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ലഞ്ച് കഴിഞ്ഞ് ഒന്ന് വൈകുന്നേരം ആവുന്നതിൻ്റെ കുറച്ച് മുന്നേ ഞാൻ നോക്കുമ്പോൾ ടേബിളിൽ ഒരു നാരങ്ങ ഇരിക്കുന്നു. ആദ്യം ഞാൻ വിചാരിച്ച് ചെറുനാരങ്ങ ഇരിക്കുന്നത്, പിന്നെ പൊളിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് ചെറുനാരങ്ങയല്ല, നമ്മുടെ സാധാ നാരങ്ങയില്ലേ ചുളയുള്ള ആ സംഭവമാണ്. ഇത് അമ്മ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നേ. പക്ഷെ ഇത് കഴിക്കാനേ പറ്റില്ല, പേരും കയ്പായിരുന്നത്. അത് കഴിച്ചപ്പോഴേക്ക് ആ നാവിൻ്റെ രുചി മൊത്തം അങ്ങ് പോയി. രാത്രിത്തെ ഫുഡ് കുറച്ച് ഹെൽത്തി ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചോറ് കഴിക്കുന്നില്ല. ഞാൻ മാത്രമല്ല, വീട്ടിൽ ആരും ചോറ് കഴിക്കുന്നില്ല. ചോറിന് പകരം നല്ല ചെറുപയർ പുഴുങ്ങിയത്, മുട്ട ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കുക്കുംബറും ഉണ്ടായിരുന്നു. എത്ര ദിവസം ഇങ്ങനെ ഹെൽത്തി ആയിട്ട് രാത്രി ഡിന്നർ കഴിക്കുമെന്ന് അറിയില്ല, പക്ഷെ കിട്ടുന്നിടത്തോളം അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.